പറയാറുണ്ടായിരുന്നു. ഇത്തവണയും സംഘാടകരുടെ ഭാഗത്തുനിന്നുണ്ടായ എന്തെങ്കിലും പ്രശ്നമല്ല, നുഴഞ്ഞു കയറി ആരോ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ചിത്രം പോലീസ് അന്വേഷണം പൂർത്തീകരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതിന് ഉള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പോലീസ്. മകൻ തെറ്റ് ചെയ്തില്ല, മകനെ കുടുക്കി എന്ന് മകൻ പറഞ്ഞു എന്ന് അമ്മ പറയാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ അതിനെ കുറിച്ച് ഒന്നും പറയാൻ കഴിയാത്ത സ്ഥിതിയാണ്. കാരണം അത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷണം കഴിഞ്ഞ് വിശദാംശങ്ങൾ ലഭ്യമായതിനു ശേഷമേ നമുക്ക് അതിനെ കുറിച്ച് ഒരു കാര്യം പറയാൻ സാധിക്കുള്ളൂ. എന്തായാലും മരണവും നിർഭാഗ്യകരമായി, ഇങ്ങനെ യുവജനോത്സവം പൂർത്തീകരിക്കാതെ അവസാനിച്ചു എന്നുള്ളതും ഖേദകരാണ്. ഇത് ആരോ ചിലർ അതിൽ നുഴഞ്ഞു കയറി ഉണ്ടാക്കിയിട്ടുള്ള കുഴപ്പങ്ങളാണ്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് പോലീസും കൂടി അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം പറയാം. പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഡീറ്റെയിൽസ് തിരക്കിയിട്ടുണ്ട്. ചില സമയത്ത് നമ്മൾ കാണിക്കേണ്ട ഒരു ജാഗ്രത ഡിഫൻസ് മോഡിൽ നിൽക്കുന്ന സമയമാണ്, അറിഞ്ഞോ അറിയാതെ. ഇപ്പൊ ഇന്നലെയും കൂടി കുസാറ്റിൽ ഒരു ചെറിയ സംഘർഷം ഉണ്ടായി. അത് ബോധപൂർവം ഈ ക്യാമ്പസുകളിൽ സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമം ഈ കാലത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വളരെ സമാധാനപരമായ നിലയിലും പിന്നെ പുതിയ വൈജ്ഞാനിക മേഖലയിലെ മാറ്റങ്ങൾക്ക് അനുസൃതമായ നിലയിലുമൊക്കെ നമ്മുടെ ക്യാമ്പസുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വളരെ പോസിറ്റീവായ ഒരുപാട് സ്റ്റെപ്സ് മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെയൊക്കെ തമസ്കരിച്ച് കളയാൻ വേണ്ടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത്.